ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? നമ്മളുടെ ഒരു അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കണോ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നോടൊപ്പം ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. ഒരു 12 മണി ആയിട്ടുണ്ട്. പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അവസാനം പോകുമല്ലോ. അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്തുള്ള റീറ്റെയിൽ പാർക്ക് എന്ന് പറയുന്നത് ചെഷയർ റോക്സ് ആണ്. പക്ഷെ ഇന്നിപ്പോൾ സൂപ്പർ ക്രൗഡഡ് ആണ്. നമ്മുടെ ഒരു ചേട്ടന്മാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പാർക്കിംഗ് കിട്ടാനും ഒക്കെ അത്യാവശ്യം നല്ല കഷ്ടമുണ്ടെന്നാണ് അവർ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്നാലും നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കല്ലേ, അവധിയാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് പോയി നോക്കാം. യൂഷ്വലി ബോക്സിംഗ് ഡേക്ക് നല്ല ഡീലൊക്കെ വരുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് നല്ല ഡീലിൽ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ വരാം, ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. ഇത് നോക്കിയേ, നല്ല അടിപൊളി ട്രാഫിക് ആണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ചെഷയർ റോക്സിന്റെ ആ ഒരു എൻട്രൻസിനോട് ക്ലോസ് ടു ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ഇത് തിരിച്ചു പോകുന്നവരുടെ തിരക്കാണ്. നമുക്ക് അങ്ങോട്ടും ഫുള്ള് റഷാണ് കാണിക്കുന്നത്. ഈ ഒരു ഇത് കണ്ടിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ കണ്ടോ, യൂഷ്വലി ഇവിടെ നിന്നല്ല നമ്മൾ പാർക്ക് ചെയ്യല്. ഇപ്പോൾ ഏതൊക്കെയോ ഒരു ഇന്നർ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ കാണിക്കുന്നുണ്ട്. പാർക്കിംഗ് കിട്ടി കേട്ടോ. നമുക്ക് ഒരു 45 മിനിറ്റ്സ് എടുത്തു ഫൈനലി. രജിത്താണെങ്കിൽ റെസ്റ്റ്ലെസ് ആയി അവസാനം ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ക്ലച്ച് പിടിച്ച് ആൾക്ക് മടുത്ത് തിരിച്ച് നമ്മൾ അങ്ങ് വീട്ടിൽ പോയാലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായി. ഇതേ വരുന്നുണ്ട് ബാക്കിൽ. ഫൈനലി റീറ്റെയിൽ പാർക്കിനകത്തിലെല്ലാം നമുക്ക് കിട്ടിയ ഡിസൈൻ ഔട്ട്ലെറ്റിൽ കിട്ടിയില്ല. പകരം ഇപ്പുറത്തെ സൈഡിൽ വേറൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. എന്ത് ക്രൗഡാണെന്നറിയോ. ബോക്സിംഗ് ഡേയിൽ നമ്മൾ ഇത്രയും വലുതായിട്ട് വന്നിട്ടില്ല. ഇവിടെ വന്ന് ഈ ക്രൗഡ് കണ്ടപ്പോൾ തന്നെ നമ്മളുടെ പകുതി കിളി പോയി കേട്ടോ. കയറണോ വേണ്ടയോ അങ്ങനത്തെ ഒരുമാതിരി ഭയങ്കര റഷിങ് ക്രൗഡില്ലേ, അത്ര തിരക്കായിരുന്നു. അപ്പം പിന്നെ നമ്മൾ സെലക്റ്റീവായിട്ട് കുറച്ച് ഷോപ്പുകളിൽ കയറാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ റിവർ ഐലൻഡിൽ ജസ്റ്റ് ഒന്ന് കയറി. എല്ലായിടത്തും അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെയിലെന്ന് പറയുന്ന രീതിക്കുള്ള സെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ചില കാര്യങ്ങൾക്കൊക്കെ സെയിലുണ്ട്, നോട്ട് എവ്രിതിങ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ടൈമാണ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ ഇവിടുന്ന് ജസ്റ്റ് 1-2 സാധനങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ ഔട്ട്ലെറ്റിലിട്ട് പോവാണ് കേട്ടോ. അവിടെയാണ് കൂടുതൽ ഷോപ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കണ്ടോ, നൈക്കിയുടെ സ്റ്റോറിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ. ആ ബാക്കിൽ നിന്ന് ഇത്രയധികം. ഇന്നിപ്പോൾ ഏത് സ്റ്റോറിൽ കയറണമെങ്കിലും നമ്മൾ ഇത്രയൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ഭയങ്കര കഷ്ടമാണ്. ഈ ബോക്സിംഗ് ഡേനെ പറ്റി മുന്നേയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഈ സംഭവം, എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടേക്ക് മൂവ് ചെയ്ത ശേഷമാണ് ആക്ച്വലി കൾച്ചറലി പോലും ഇവിടുത്തുള്ള ആൾക്കാർക്ക് ഇത് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്, പണ്ടൊക്കെ UK അല്ലെങ്കിൽ അതുപോലെ ബാക്കിയുള്ള കോമൺവെൽത്ത് കൺട്രീസിൽ ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ സർവിങ് കമ്മ്യൂണിറ്റി അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ലോവർ പ്രൊഫൈലിലുള്ള ആൾക്കാർക്ക് ക്രിസ്മസ് വരെ അവരെ സെർവ് ചെയ്ത് കഴിയുമ്പം പിറ്റേ ദിവസം അവർക്ക് ഒരു ബോക്സിൽ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇതിനെ ബോക്സിംഗ് ഡേ എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. ഇത് ഓൾസോ അലൈൻസ് വിത്ത് സെൻറ്റ് സ്റ്റീഫൻസ് ഡേ. അപ്പോൾ ചില യൂറോപ്യൻ കൺട്രീസിലും അയർലൻഡിലും ഒക്കെ ഈ ബോക്സിംഗ് ഡേനെ സെൻറ്റ് സ്റ്റീഫൻസ് ഡേ എന്നും പറയാറുണ്ട്. അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഓൺ December 26th ബിക്കോസ് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ട്രഡീഷൻ പണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ കേസ് ഇതൊരു വീക്കെൻഡിലോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹോളിഡേനെ ഏതെങ്കിലും ഒരു മൺഡേ ട്യൂസ്ഡേയിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കും കേട്ടോ. അപ്പം അത്ര കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ബോക്സിംഗ് ഡേ. ആൻഡ് പിന്നീട് അതിങ്ങനെ ഇവോൾവ് ആയിട്ട് ഭയങ്കര മേജർ ഷോപ്പിംഗ് സ്പ്രീ ഒക്കെ ആയിട്ട് ഭയങ്കര സെയിൽസ് ഒക്കെ ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നു. അപ്പോൾ അത്രയും മതി കേട്ടോ. ഇനി കൂടുതൽ ഹിസ്റ്ററി ക്ലാസ് എടുത്ത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നടന്ന് നമ്മൾ ഫൈനലി ബോഡി ഷോപ്പിലെത്തി കേട്ടോ. അതിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ജിഞ്ചർ ഷാമ്പു കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ ഡാൻഡ്രഫ് ഇഷ്യൂ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രൈ സ്കാൽപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്, നോട്ട് 100%, പക്ഷേ അത്യാവശ്യം നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാച്ചിൻ്റെ സ്റ്റോറിലിട്ടൊന്ന് പോയി നമുക്ക് വളരെ അധികം വേണ്ടപ്പെട്ട നമുക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്
ആ ഗിഫ്റ്റ് ആർക്കാണ് എന്താണെന്നൊക്കെയുള്ള പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിതേ പിന്നെയും കറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മൾ ലിവർപൂളിലുള്ള 1-2 അറിയുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അവരോടൊക്കെ സംസാരിച്ചു. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ക്യൂല്, അവിടെ ഇവിടെയും ക്യൂലൊക്കെയാണ് കേട്ടോ എല്ലാവരും കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലാസിൻ്റെ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഇങ്ങനെ ഫാസിനേറ്റഡ് ആയിട്ട് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഓക്ലി എന്നായിരുന്നു തോന്നുന്നു അതിൻ്റെ പേര്. നമ്മുടെ റെയ്ബാൻ്റെ മെറ്റ അല്ലേ, അതുപോലത്തെ കോമൺ സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഞാനും അത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ഓൺ ചെയ്യുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ നമുക്ക് മറ്റേ മ്യൂസിക് കേൾക്കാം, റെക്കോർഡ് ചെയ്യാം. ഇതെല്ലാം മെറ്റയുടെ സിമിലർ ഫീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഒരു മെസ്മറൈസിങ് ഫീലാണ്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോകണം കേട്ടോ. പോകുന്ന വഴി ഡിന്നറും കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. പോയിട്ട് വേറെ കുറച്ച് പണികളുണ്ട്. ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നപ്പോൾ നമ്മൾ ലണ്ടനിലേക്ക് പോവാണ് കേട്ടോ, ന്യൂ ഇയേഴ്സിന് വേണ്ടിയിട്ട്. ഇന്ന് 29-ാം തീയതിയാണ്. അവിടെ 31st മറ്റേ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ മുന്നേ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ഒരു 3 days നിന്നിട്ട് പിന്നെ രജിത്തിൻ്റെ കസിൻ ഉണ്ട്, അപ്പം അവളുടെ അടുത്തും പോയിട്ട് ഒരു 2 days നിന്നിട്ട് നമ്മളൊരു 1 week കഴിഞ്ഞ് ഇനി വരുള്ളൂ. ഒരാഴ്ച ഈ വീടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. 8 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞ് 12 ആവാനായിട്ടുണ്ട്. ആസ് യൂഷ്വൽ കുറച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പോയി വരുമ്പോഴേക്കും നമ്മുടെ ഈ ട്രെയിനെ നമ്മൾ എടുത്ത് പാക്ക് ചെയ്യാനുള്ള സമയമാവും. അപ്പോൾ പ്രോബ്ലി ദിസ് കുഡ് ബി വൺ ഓഫ് ദ ലാസ്റ്റ് വീഡിയോസ് ഫോർ ദിസ് ഇയർ വിത്ത് ദ ക്രിസ്മസ് ട്രീ. അപ്പം നമുക്ക് ഇറങ്ങാം, എന്തായാലും ഇനി ലേറ്റ് ആക്കണ്ട. ഞാൻ കാറിൽ കയറിയിട്ട് ഓൾമോസ്റ്റ് ല്യൂട്ടൺ എത്തും മുന്നേ ഒരു 45 മിനിറ്റ്സ് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചരിഞ്ഞെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. ഇങ്ങനെ കഴുത്തിങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ വീഴത്തില്ലേ, അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ വീഴാൻ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ ല്യൂട്ടണിൽ ലഞ്ച് ബ്രേക്ക് വേണ്ടി നിർത്തിയേക്കാണ്. ഒരു ഹൈദരാബാദി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനുഭവമുണ്ട് കേട്ടോ. ഇത്രയും നേരം വണ്ടി ഓടിച്ചു വന്നില്ല. നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ എത്ര ഹാർഡ് കോർ ഫുഡീസ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് പോവുക, അല്ലെങ്കിൽ ദൂരെ ട്രാവൽ ചെയ്ത് പോയി വരെ കഴിക്കാൻ അത്രത്തോളം ഫുഡിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഏറ്റവും ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ക്യൂസീനിലൊന്നാണ് ആന്ധ്ര ഫുഡ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതും അതാണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂരിലെ മേഘ്നാഥ് ബിരിയാണി, അവരുടെ ആ ഒരു ചിക്കൻ 555 മെജസ്റ്റിക് ഒക്കെ. ഫൈനലി രജിത്ത് പോകുന്ന വഴിയിൽ ല്യൂട്ടണിൽ ഈ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഇറ്റ് വാസ് സംതിങ് സിമിലർ ടു ദാറ്റ് ആന്ധ്ര ബിരിയാണി. ആ ദം ബിരിയാണിയൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് വൺ ഐ ടുക്ക് എ സ്പെഷ്യൽ ബിരിയാണി. അത് സംവാട്ട് ക്ലോസ് ടു മേഘ്ന ബിരിയാണി ആയിരുന്നു. ആൻഡ് സ്റ്റാർട്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ആരെങ്കിലും ഈ സൈഡിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു ട്രൈ ഇറ്റ് ഔട്ട്. ബിരിയാണി ലവേഴ്സ് എൻജോയിങ് ദ ബിരിയാണി സർട്ടിഫൈ ചെയ്തു. അങ്ങനെ ഇതേ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ബാക്കി വന്ന ഫുഡൊക്കെ പാഴ്സലെടുത്ത് നമ്മളിവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ലണ്ടനേ ഉള്ളൂ. അതുവരെ വണ്ടി നമ്മൾ എവിടെയും നിർത്തില്ല, സ്ട്രെയിറ്റ് വേ ടു ലണ്ടൻ. നമ്മളിവിടെ വന്നു, കാറ് പാർക്ക് ചെയ്തു കേട്ടോ. അങ്ങ് സിറ്റിയുടെ സെൻറ്ററിലോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇത് റീജൻ സ്ട്രീറ്റിന് അടുത്ത് തന്നെയാണ്, ഒരു ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ പോയിട്ട് പാർക്ക് ചെയ്തേക്കുന്നത്. ബാക്കിയൊക്കെ നോക്കിയപ്പോൾ the prices are just like bomb. ഒരു 4-5 hours 40-45 pounds ഒക്കെ. ഇവിടെ നമുക്ക് എന്തോ 25 pounds എന്തോ കിട്ടി. അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ് അല്ലെങ്കിൽ ഒരു ട്യൂബ് എടുത്തിട്ട് എവിടെ ഇട്ടായിരുന്നു, കോവന്റ് ഗാർഡൻ. ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കോവന്റ് ഗാർഡനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് അവർ 7 മണിക്ക് ക്ലോസ് ആവും. സോ ഫസ്റ്റ് സ്റ്റോപ്പ് ഇസ് കോവന്റ് ഗാർഡൻ. ഈ കാർ പാർക്ക് ഉണ്ടല്ലോ, നല്ല സൂപ്പർ ആക്സസിബിൾ ആയിരുന്നേ. നമ്മുടെ ആ ഹോട്ടലിൽ നിന്ന് ഒരു 5-10 minutes വാക്കേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ട്യൂബ് അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലേക്ക്. രജിത്ത് കുറേ ഇരുന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഫൈനലി അവിടെ എത്തി. നമുക്ക് ലണ്ടനിൽ വന്നിട്ട് ഏത് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെങ്കിലും ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട് കേട്ടോ. അതായത് TFL, ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ്റെ. അതിൽ നമുക്ക് എല്ലാ ട്രാൻസ്പോർട്ട് മീഡിയംസിലും ഈ ഓയിസ്റ്റർ കാർഡ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മുടെ അടുത്ത് ഓൾറെഡി പ്രീവിയസ് ഇയറിലെ കാർഡ്സ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അതിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് കിടപ്പുണ്ടോ എന്ന്. ഓയിസ്റ്റർ കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാലൻസ്. ഓൾറെഡി ക്ലോസ് ടു 40 pounds ഉണ്ട് നമുക്ക്. അപ്പോൾ അത് മതി. സോറി, നമുക്ക് എങ്ങോട്ടാ പോകുന്നത്?
ഇവിടെ കൂടി ഇങ്ങനെ നടക്കുമ്പോഴല്ലോ എനിക്ക് കുറേ പഴയ മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷ് ആവുമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ലണ്ടൻ വന്നതും ആ സമയത്തിൽ നമുക്ക് ഒന്നും അറിയില്ല. ഓയിസ്റ്റർ കാർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഈ ഓയിസ്റ്റർ കാർഡ്, എന്താണ് TFL, ഈ മെട്രോ ലൈൻസ് എന്താണ്, ട്യൂബ് എന്താണ്, ഇതൊന്നും അറിയില്ലല്ലോ. അതുപോലെ ഇതിൻ്റെയൊക്കെ റൂട്ട് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആ സമയത്ത് ഭയങ്കര ഒരു ടാസ്ക് പോലെയായിരുന്നു. ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യം വന്നിട്ട് കാര്യങ്ങൾ നമുക്ക് സ്മൂത്ത് ആയപ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. നമ്മളിപ്പോൾ ട്യൂബ് എടുക്കാൻ പോവാണ് കേട്ടോ, കവൻ ഗാർഡനിലേക്ക് പോകാനായിട്ട്. സോ ഇവിടുന്ന് നമുക്ക് I think 3-4 സ്റ്റോപ്പേ ഉള്ളൂ. ഓൾമോസ്റ്റ് കവൻ ഗാർഡൻ 7 മണിക്ക് അടയ്ക്കും. ഇപ്പം സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എഡ്ജ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കെട്ടുമൊക്കെ കണ്ടെന്നുണ്ട്. നല്ല കണക്ട് കേട്ടോ. വന്ന് നിന്ന പാടെ നമുക്ക് ട്യൂബ് കിട്ടിയിട്ടോ. ഇവിടുത്തെ ഈ ട്യൂബിൻ്റെ കണക്ടിവിറ്റി അടിപൊളിയാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കും മുന്നേ ഇതേ കവൻ ഗാർഡൻ എത്താനായിട്ടുണ്ട്. അത് സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി ഇട്ട ലൊക്കേഷനും ഒക്കെ നല്ല ആക്സസിബിൾ ആണ്. അതുകൊണ്ട് ഓവറായിട്ട് നടക്കേണ്ടിയും വെയിറ്റ് ചെയ്യേണ്ടിയും ഒന്നും വന്നില്ല. കവൻ ഗാർഡനിൽ ഇറങ്ങിയിട്ട് ഇതേ പുറത്തേക്ക് നോക്കി എന്ത് ജനസാഗരമാണ്. ഇത് ക്രിസ്മസ് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പോയേക്കുന്നത്. പക്ഷെ അപ്പോഴും ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്കാണ് കേട്ടോ ഇവിടെ. ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ഡെക്കറേഷൻസ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു ഫെസ്റ്റീവ് വൈബാണ് ഇവിടെ. ഇതിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, ക്ലോസിങ് ടു ന്യൂ ഇയർ, പക്ഷേ സ്റ്റിൽ ഡെക്കറേഷൻസ് എല്ലാം ഓണാണ്. ആൻഡ് അവിടെ നമ്മുടെ കവൻ ഗാർഡനാണ്. ഈ കവൻ ഗാർഡൻ ഉണ്ടല്ലോ, ലണ്ടനിൽ വരുന്ന ഒരുവിധം ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റുകളും വന്നു പോകുന്ന ഒരു മേജർ ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ആരും തന്നെ ഇത് മിസ് ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു 17th സെഞ്ച്വറിയിൽ എന്തോ ഉള്ള ഇവരുടെ ഒരു ഫസ്റ്റ് പ്ലാൻ സബർബായിരുന്നു. അന്നത്തെ കാലത്ത് ഇതൊരു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ആയിരുന്നു. ലേറ്റർ കൺവേർട്ടഡ് ഇൻറ്റു ഇവിടെ ഒരു ഹൈ സ്ട്രീറ്റ് പോലെ ഹൈ എൻഡ് ബ്രാൻഡ്സും ബുട്ടീക്സും ഈറ്ററീസും നല്ല ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് പിന്നീട് മാറ്റിയെടുത്തതാണ് കേട്ടോ. എസ്പെഷ്യലി ഈ ഒരു ക്രിസ്മസ് ഫെസ്റ്റീവ് ടൈമിൽ ഇങ്ങനെ ഫുൾ ഡെക്കറേറ്റഡ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഈ കവൻ ഗാർഡൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ട് നമ്മൾ മതി മറന്നു. എന്ത് ഭംഗിയിലാണ് അതവർ ചെയ്തു വെച്ചേക്കുന്നത് അറിയോ. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ പ്രവാഹമാണ്. പിന്നെ അതെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ എപ്പോഴും ഇവിടെ ലൈവ് മ്യൂസീഷ്യൻസോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് പോലെ മൈംസും കാര്യങ്ങളും ഒക്കെ എപ്പോഴും പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കവൻ ഗാർഡൻ. നമ്മളങ്ങനെ ഈ പുള്ളീൻ്റെ പാട്ടൊക്കെ കേട്ട് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ എല്ലാ ഇംഗ്ലീഷ് സോങ്സും നമുക്ക് വലിയ വശമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ കൂടെ പാടുമ്പം പാടാനുള്ള ഒരു ഇത് നമുക്കില്ല. ഇടയ്ക്ക് എപ്പോഴോ നമുക്ക് അറിയുന്ന 1-2 സോങ്സൊക്കെ വന്നപ്പം കുറച്ച് ലിപ്പ് മൊമെൻറ്റ്സ് കൊടുക്കാൻ പറ്റി. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ബാക്ക് ഡ്രോപ്പ് എന്ന് ഞാൻ പറയും. നമുക്ക് കാരണം ഇവരുടെ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്ത് ഒന്ന് കൂട്ടത്തിൽ കൂടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മെയിനായിട്ട് ഈ പഴയ പാട്ടുകളൊക്കെ പാടുമ്പം എനിക്ക് വലിയ വശമേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ അടിപൊളി കുറേ ബേക്കറീസും ആർട്ടിസണൽ കഫേസും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പേസ്ട്രി ഷോപ്പൊക്കെ കണ്ടാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ തോന്നില്ല. ഞാൻ ഒന്നാമത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്റ്റോപ്പിലും ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പിന്നെ ലഞ്ച് നമ്മൾ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് ഇവിടെ നിന്നൊന്നും കഴിക്കേണ്ട, നമുക്ക് ഫർദർ എന്തായാലും ഇപ്പം നമ്മൾ റീജൻ സ്ട്രീറ്റിലേക്കൊക്കെ പോവാണ്. ഫെയറി ലൈറ്റ്സ് കാണണം. നെക്സ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് അതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കായിരുന്നു ഇവിടുന്ന് നടന്നാൽ ഒരു 1/2 hour ഇവിടെ എത്തും, നടക്കണോ ബസ് എടുക്കണോ എന്നുള്ളത്. പക്ഷേ ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെല്ലുമ്പോഴേക്കും നല്ല ടയേർഡ് ആവുമല്ലോ. അതുകൊണ്ട് ഫൈനലി വി ഡിസൈഡഡ് ഇവിടുന്ന് നമുക്ക് ബസ് എടുത്ത് തന്നെ ബോണ്ട് സ്ട്രീറ്റ് അല്ലെങ്കിൽ റീജൻ സ്ട്രീറ്റ് വരെ പോവാം. എന്നിട്ട് പിന്നെ അവിടുന്ന് നന്നായിട്ട് നടക്കാനുണ്ട്. നമ്മൾ കവൻ ഗാർഡനിൽ നിന്ന് വന്നിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ബസ് എടുത്തിട്ട് ബോണ്ട് സ്ട്രീറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. അതാണല്ലോ ലൈറ്റ്സിൻ്റെ മേജർ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. ബോണ്ട് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് ഉണ്ട്. പിന്നെ ക്രിസ്മസ് മാർക്കറ്റ്സ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ക്രിസ്മസ് ഓൾറെഡി കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ലെസ്റ്റർ സ്ക്വയറിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കണം. ഓപ്പൺ ആണെങ്കിൽ കയറി നോക്കാം. ഇന്ന് പക്ഷെ വലിയ തണുപ്പില്ല കേട്ടോ. നമ്മൾ ഭയങ്കര തണുപ്പായിരിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ഇന്ന് അത്യാവശ്യം ഓക്കെ വെതറാണ്. നമ്മൾ M&S വന്ന് കയറിയാണ് ഒരു കോഫി എടുക്കാൻ വേണ്ടിയിട്ട്. ഹോട്ട് കോഫി നഹി ഹെ, അപ്പോൾ നമ്മൾ കോൾഡ് കോഫി എടുത്തു. മൾഡ് വൈനൊക്കെ കഴിഞ്ഞാണോ അല്ലേ? എനിക്ക് 1-2 മൾഡ് വൈൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു.
ഇതിപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി ഏതോ ഒരു ലൈറ്റിൻ്റെ സ്ട്രീറ്റിൽ വന്നു വിട്ടു കേട്ടോ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണെന്ന്. കാർണോബി സ്ട്രീറ്റ് ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ്സ് കാണുന്നുണ്ട്. ബസ് എടുക്കാൻ വേണ്ടി നടന്ന് നമ്മൾ ആക്സിഡൻ്റലി ഏതോ ഒരു ലൈറ്റ്സിൻ്റെ സ്ട്രീറ്റിലാണ് കേട്ടോ വന്ന് പെട്ടത്. പക്ഷേ ഇത് ഏത് സ്ട്രീറ്റാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുന്നേ ഞാനിത് കാർണോബി സ്ട്രീറ്റ് എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്, പക്ഷേ അത് തെറ്റാണ് കേട്ടോ. കാർണോബി സ്ട്രീറ്റ് അല്ല. കാർണോബി സ്ട്രീറ്റിലെ ലൈറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കുറേ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടി. ബസ്സിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു മിനി ഇന്ത്യ ഫീലായിരുന്നു. കാരണം ആ ബസ്സിൽ ടൂറിസ്റ്റുകളായിട്ട് ഇഷ്ടം പോലെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ ലണ്ടനിലേക്ക് ഈ ഒരു ക്രിസ്മസ് ലൈറ്റ്സും ക്രിസ്മസ് ആ ഒരു വൈബ് സോക്കിൻ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നിറയെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന് നമ്മുടെ റീജൻറ്റ് സ്ട്രീറ്റിൽ ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ ഫെയറി ലൈറ്റ്സ്. അയ്യോ എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാനായിട്ട്. ഒരു കുറേ കൊല്ലങ്ങളായിട്ട് ഇത് സെയിം സാധനം തന്നെയാണ്, അവർ മാറ്റിയിട്ടില്ല. എന്നാലും ഓരോ വർഷം നമുക്കത് കാണുമ്പോൾ എപ്പോഴും കാണുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് 3ാമത്തെ വർഷമാണ് നമ്മൾ ഈ ഏഞ്ചൽ ലൈറ്റ്സ് ഇതേപോലെ തന്നെ കാണുന്നത് കേട്ടോ. ഒരു മാറ്റമില്ല. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ വെരി 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 എക്സൈറ്റിങ്. അങ്ങനെ അത് കണ്ട് നടക്കുമ്പോൾ സൈഡിൽ ഹാംലീസ് കണ്ടു. ഹാംലീസ് കണ്ടപ്പോൾ രജിത്തിന് അതിലേക്കൊന്ന് കയറുന്നൊരാഗ്രഹം. അപ്പോൾ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ അതിൽ കയറാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും ഈക്വലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഗേൾ ബോയ് ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഈ ആൺപിള്ളേർക്ക് ഈ ടോയ്സും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. പക്ഷേ ഈ കുറേ ഡെമോൺസ്ട്രേഷൻസ് കോർണേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പുതിയ പുതിയ ടോയ്സിനെ അവരിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൺപിള്ളേർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജസ് എല്ലാവരും വന്നിങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ക്യൂരിയസ് ആയിട്ട് ഓരോന്നും ഇങ്ങനെ കണ്ട് നിൽക്കുന്നതാണ്. അതെ ഇപ്പം തന്നെ നോക്കി ഇസ് ജസ്റ്റ് പ്ലേയിങ് വിത്ത് ഇറ്റ്. അപ്പോൾ ആൺപിള്ളേരുടെ ഇൻട്രസ്റ്റ് ഇസ് ജസ്റ്റ് ഡിഫറെൻറ്റ്. നമ്മുടെ ഇൻട്രസ്റ്റ് വേറെ ഏതോ ഒരു സോണിലാണ്. ദിസ് ബണ്ണി ഈസ് സോ ക്യൂട്ട്. പക്ഷേ ഇത് 55 പൗണ്ട് കൊടുത്ത് വാങ്ങാൻ ഐ ഡോണ്ട് തിങ്ക് ഞാൻ വാങ്ങില്ല കേട്ടോ. പക്ഷേ എക്സ്ട്രീംലി ക്യൂട്ട് ആൻഡ് ഭയങ്കര സ്ക്വിഷി സ്ക്വിഷി ഇങ്ങനെ സോഫ്റ്റ് അല്ലേ. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നോക്കിങ്ങനെ സ്ക്വിഷി സ്ക്വിഷി സ്ക്വിഷി. ഇവിടെ ഫുള്ള് ബോർഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഗോയിൽ പോവാനാ? ഹാംലീസ് നിന്ന് പുറത്ത് ചാടി കുറച്ച് നടന്നപ്പോഴേക്കും നമ്മളിതേ ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെത്തി കേട്ടോ. ഓക്സ്ഫോർഡിലെ ലൈറ്റ്സ് ആണ് ഈ സ്റ്റാർ ലൈറ്റ്സ്. എന്നിട്ട് പിന്നെ നമ്മൾ പോയത് ബോണ്ട് സ്ട്രീറ്റിലിട്ടാണ്. ബോണ്ട് സ്ട്രീറ്റ് ആണ് നമ്മളുടെ ഏറ്റവും ഹൈ എൻഡ് ബ്രാൻഡുകൾ എല്ലാം ഉള്ളൊരു സ്ട്രീറ്റ് കേട്ടോ. ഡിയോർ, ഷനേൽ, അങ്ങനെ കുറച്ചിങ്ങ് മുന്നോട്ട് നടന്നു വരുമ്പോൾ നമുക്ക് പിന്നെയും നല്ല ആൾക്കാർ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കാണാം. അത് കണ്ടാൽ ഉറപ്പിക്കാം നമുക്ക് അതാണ് നമ്മുടെ റാൽഫ് ലോറൻ്റെ കഫേൻ്റെ ഫ്രണ്ട് ഭാഗം. അതിൻ്റെ ഓപ്പോസിറ്റ് കാർട്ടിയർ. ഒക്കെ ഇവരുടെ രണ്ടുപേരുടെയും ലൈറ്റ് വർക്ക്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ക്രിസ്മസ് സമയത്ത് നല്ല അടിപൊളിയാണ്. ആൻഡ് സോ ഇസ് ഈ പുള്ളീനെ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നമ്മളവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ പുള്ളി ഭയങ്കര അറ്റൻറ്റീവായിട്ട് നമ്മളുടെ അടുത്തേക്ക് ആ ക്യാമറയെ ഫേസ് ചെയ്ത് ആൾ നന്നായിട്ട് ആ വയലിൻ വായിക്കും. ക്രിസ്മസ് കഴിഞ്ഞ് ഇതിപ്പം കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ മുന്നേക്ക് നടക്കുന്തോറും ഈ ഡിസ്പ്ലേസ് ഒക്കെ ഒരുവിധം എല്ലായിടത്തും അവർ റിമൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ലണ്ടനിലെ ഈ ഒരു സ്ട്രീറ്റുകളിൽ കൂടെ നടക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇന്നിപ്പോൾ 29th ആയതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ കാണുമ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ അവർ എടുത്ത് റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി നമ്മൾ ഇന്ന് തന്നെ വന്നത്. നാളെ ആയിരുന്നെങ്കിൽ മിക്കവാറും ഐ തിങ്ക് ഇത്രയും കൂടി നമുക്ക് കാണാൻ കിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഇയർ നമ്മൾ ക്രിസ്മസ് ഡേയിലായിരുന്നു കേട്ടോ വന്നു. അന്നേരം ഇതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു. ബിക്കോസ് എല്ലാം ഫുൾ ഓൺ ആ ഒരു ഫെസ്റ്റീവ് മൂഡിൻ്റെ പീക്കിലിരിക്കുകയായിരുന്നില്ലേ. നമുക്ക് ഈ ഒരു ബോണ്ട് സ്ട്രീറ്റിലാണ് എല്ലാ ദി വേൾഡ് ഫേമസ് എല്ലാ ബ്രാൻഡ്സും ഉള്ളത്. റോളക്സ് ഉണ്ട്. ആൻഡ് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത പല ബ്രാൻഡ്സും അറിയാത്ത പല ബ്രാൻഡ്സും ഇവിടെ വന്നിട്ടാണ് ഞാൻ പഠിച്ചത്.
അപ്പം ആരെങ്കിലുമൊക്കെ ലണ്ടനിലേക്ക് ക്രിസ്മസിനൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ക്രിസ്മസിന് മുന്നേ അല്ലെങ്കിൽ ആ സമയത്തോട് അടുപ്പിച്ച് വരണം കേട്ടോ. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് കഴിഞ്ഞൊരു 3-4 ദിവസമൊക്കെ പിന്നെയും ഇതുപോലൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ പതുക്കെ പലയിടത്തുനിന്നും ഈ സാധനങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ പ്ലാൻ ഇറ്റ് ഏർലി. നമ്മൾ കഴിഞ്ഞ വർഷം ക്രിസ്മസിനായിരുന്നു വന്നത്, അപ്പം നല്ല ഫുൾ ഓൺ വൈബിലായിരുന്നു. ഇപ്രാവശ്യം 29th ആയി, അതുകൊണ്ട് തന്നെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയല്ലോ. നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ ബോളിവുഡ് അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ മൂവീസ് ത്രൂ ആണല്ലോ നമ്മൾ ഏറ്റവും അധികം ലണ്ടൻ എന്താണെന്നുള്ളത്. ആസ് എ ചൈൽഡ് ഞാനൊക്കെ നമ്മളുടെയൊക്കെ മനസ്സിൽ ലണ്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ഷാരൂഖ് ഖാൻ ഡാൻസ് കളിക്കുന്നു, ഷാരൂഖ് ഖാൻ്റെ പാട്ട് വരുന്നു, വീഡിയോ വരുന്നു. അങ്ങനെ കണ്ട ഒരു സ്ഥലത്തിലൂടെ ഇന്ന് ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ഹാവിങ് ഇൻ ലൈഫ് റൈറ്റ് നൗ. അങ്ങനെ കുറേ നല്ല ഫോട്ടോസും വീഡിയോസും കുറച്ചധികം നല്ല മെമ്മറീസും ഒക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ബസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ കാർ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാർ എടുത്തിട്ടേ നമ്മൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് സിറ്റിയിലോട്ട് തന്നെ വന്നു. നമ്മളിത് ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നിട്ട് നമ്മൾ സിറ്റിയിൽ ഒരു റൗണ്ട് അടിച്ചിട്ടാണ് ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനുള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരത്തിലാണ്, നമ്മൾ ഔട്ടർ ലണ്ടനിലാണ് ഇന്നത്തെ നൈറ്റ് ഹോട്ടൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ലണ്ടനിൽ വന്ന വർഷത്തിലുണ്ടല്ലോ ഈ ടവർ ബ്രിഡ്ജിൽ നമുക്ക് ലിഫ്റ്റ് ആക്സസും സ്റ്റെയർ ആക്സസും ഒക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് കയറാനായിട്ടാണ് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോൾ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴേക്ക് നമുക്ക് ഒരു വാട്ടർ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇതിപ്പോൾ നമ്മൾ എനിക്കൊന്നു എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ സമയത്ത് ഇപ്പം നമ്മൾ വരുന്നുണ്ട്. ആൻഡ് അതിപ്പോൾ ഒരു റുട്ടീനായി മാറി. നമുക്ക് ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ചുറ്റും കാണാനായിട്ട്. ഒക്കെ എപ്പോഴും എല്ലാവരെയും ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ടവർ ബ്രിഡ്ജ്. ലണ്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് അല്ലേ മൈൻഡിലേക്ക് വരിക. ഡേ ടൈമിലും നൈറ്റിലും ഒക്കെ എനിക്കൊന്ന് ഏറ്റവും അധികം ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി. ഇപ്പം തന്നെ നോക്കിയാൽ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഒരുപാട് ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വരാത്തൊരു സൈഡാണ് ഈ ഒരു സൗത്ത് റോഡ്. കാൻഡർബറി ഡോവറും നെക്സ്റ്റ് സമ്മറിൽ എന്തായാലും. ഫൈനലി നമ്മളുടെ ഇന്നത്തെ പര്യടനം കഴിഞ്ഞ് നമ്മൾ 12:45 ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട നമ്മളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ലണ്ടനിലേക്ക് പോകാൻ നിന്നാൽ ലേറ്റ് ആവുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞു നമ്മൾ ലേറ്റായിട്ടേ വരുള്ളൂ. നല്ലൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഹോട്ടലിലെത്തി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുവാണ്. നമ്മളിപ്പോൾ 1-2 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ലേറ്റ് ചെക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കീ ഒക്കെ എടുത്ത് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടല്ലോ. റൂം ഇങ്ങനെ ഫ്രീസിങ് ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അഡീഷണൽ ഹീറ്റേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു, റൂമൊക്കെ ഹീറ്റ് ചെയ്ത് സെറ്റായി. നമ്മൾ പോയിരുന്ന വഴിയിൽ ഫുഡും പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അധികം ഷോപ്സിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വരുന്ന വഴിയിൽ നമുക്കൊരു ടേക്ക് അവേ കിട്ടി. അവിടുന്ന് ഫുഡൊക്കെ എടുത്ത് വന്നു. നമ്മളൊരു മൂവിയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ. അപ്പോൾ അടുത്ത കുറച്ച് വീഡിയോസിലും നമുക്കിനി ലണ്ടൻ വിശേഷങ്ങളും ന്യൂ ഇയറും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ സീ യു സൂൺ, ബൈ ബൈ.